അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന് ശേഷം ലോകരാഷ്ട്രങ്ങളിലെ വ്യോമയാന മേഖലകളിലാകെ എന്തോ സംഭവിച്ചിരിക്കുകയാണ്. ഓരോ ദിവസവും പല രാജ്യങ്ങളിൽ നിന്നും വിമാനവുമായി ബന്ധപ്പെട്ട അപകട വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. എന്നാൽ ഇതിൽ എന്തെങ്കിലും ദുരൂഹതകളുണ്ടോ എന്ന ചോദ്യവും അവിടെ ബാക്കി നിൽക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് അമേരിക്കയിൽ നിന്നും ഞെട്ടിക്കുന്നൊരു വാർത്ത പുറത്തു വന്നത്. ലാൻഡിംഗ് ഗിയറിനുണ്ടായ തകരാറിനെ തുടർന്ന് തീയും പുകയും ഉയർന്നതോടെ ഡെൻവർ വിമാനത്താവളത്തിൽ അമേരിക്കൻ എയർലൈൻസ് വിമാനം ടേക്ക് ഓഫ് റദ്ദാക്കി എന്ന വിവരങ്ങളാണ് പുറത്തു വന്നത്. വിമാനത്തിൽ ഉണ്ടായിരുന്ന 173 യാത്രക്കാരെയും സുരക്ഷിതമായി പുറത്തിറക്കി. ഒരാൾക്ക് നിസ്സാര പരിക്കേറ്റു. എവിടെയും വിമാനത്തിന് ഏറെ സുരക്ഷയെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ അഹമ്മദാബാദ് വിമാന ദുരന്തമുണ്ടായ സാഹചര്യത്തിൽ അത് മനഃപൂർവ്വം കരുതിക്കൂട്ടി ചെയ്തതാണെന്നാണ് അമേരിക്കയിലെ ചില വക്താക്കൾ വ്യക്തമാക്കിയത്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ അമേരിക്കയിൽ നടന്ന ഈ സംഭവത്തിന് പിന്നിൽ ട്രംപിന് എന്തെങ്കിലും പങ്ക് കാണുമെന്ന രീതിയിലും അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട്. ബോയിങ്ങിന്റെ 737 മാക്സ് 8 വിമാനം മയാമിയിലേക്ക് പോവുകയായിരുന്നു. വിമാനത്തിന് സാങ്കേതിക തകരാറുണ്ടായതായി വിമാന കമ്പനി അറിയിച്ചു. പരിഭ്രാന്തരായ യാത്രക്കാർ വിമാനത്തിൽ നിന്ന് താഴേക്കിറങ്ങുകയും ലാൻഡിംഗ് ഗിയറിൽ തീ കത്തുകയും സമൂഹ മാധ്യമങ്ങൾ പ്രചരിച്ച വീഡിയോകൾ കാണാം. പ്രദേശമാകെ പുക നിറഞ്ഞു. വിമാനത്താവളത്തിൽ നിന്നും പുറപ്പെടുന്നതിനിടെ ലാൻഡിംഗ് ഗിയറിന് തകരാർ സംഭവിച്ചതായി ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ അറിയിച്ചു. യാത്രക്കാരെ റൺവേയിൽ ഇറക്കിയ ശേഷം ബസ്സുകളിൽ ടെർമിനലിലേക്ക് കൊണ്ടുപോയി. തീപിടുത്തത്തിൽ കൂടുതൽ അന്വേഷണം നടത്തുമെന്നും FAA വ്യക്തമാക്കി. വിമാനം റൺവേയിലായിരിക്കുമ്പോഴാണ് സംഭവം നടന്നതെന്ന് ഡെൻവർ എയർപോർട്ട് പ്രസ്താവനയിൽ അറിയിച്ചു. ലാൻഡിംഗ് ഗിയറിന്റെ ടയറിന് സാങ്കേതിക തകരാർ ഉണ്ടായതായി അമേരിക്കൻ എയർലൈൻസ് പ്രസ്താവനയിൽ പറഞ്ഞു. വിമാനം പരിശോധനകൾക്കായി മാറ്റി. വിമാനത്തിന്റെ ടയറിലാണ് പ്രശ്നമുണ്ടായതെന്നും അതുകൊണ്ടാണ് വിമാനം റൺവേയിൽ നിർത്തേണ്ടി വന്നതെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. എല്ലാ യാത്രക്കാരും ജീവനക്കാരും സുരക്ഷിതരാണെന്ന് ഡെൻവർ വിമാനത്താവളം സ്ഥിരീകരിച്ചു. 5 പേരെ സംഭവ സ്ഥലത്ത് വെച്ച് വിലയിരുത്തി. പക്ഷേ അവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ടി വന്നില്ല. എന്നിരുന്നാലും ഗേറ്റിൽ ഉണ്ടായിരുന്ന ഒരാളെ ചെറിയ പരിക്കുകൾ കാരണം വൈദ്യ ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. സംഭവത്തെക്കുറിച്ച് ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ അന്വേഷണം ആരംഭിച്ചു. വിമാനത്തിന് ടയറുമായി ബന്ധപ്പെട്ട അറ്റകുറ്റപ്പണി പ്രശ്നമുണ്ടെന്ന് അമേരിക്കൻ എയർലൈൻസ് പിന്നീട് സ്ഥിരീകരിച്ചു. അതുകൊണ്ടാണ് സർവീസ് നിർത്തലാക്കി അവരുടെ അറ്റകുറ്റപ്പണി സംഘം അന്വേഷണം നടത്തിയത്. ശനിയാഴ്ച വൈകുന്നേരം വിമാനത്തിലെ തീ നിയന്ത്രണ വിധേയമാക്കിയതായി ഡെൻവർ ഫയർ ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു. ഡെൻവർ വിമാനത്താവളത്തിൽ അമേരിക്കൻ എയർലൈൻസിന്റെ ബോയിങ് 737 മാക്സിന് തീപിടിച്ചു. ലാൻഡിംഗ് ഗിയർ കത്തിയതിനെ തുടർന്ന് യാത്രക്കാരെ ഒഴിപ്പിച്ചു. ഈ സംഭവത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ്. റൺവേയുടെ മധ്യത്തിൽ നിൽക്കുന്ന വിമാനത്തിന്റെ ടയറുകൾക്ക് തീപിടിക്കുന്നതും കനത്ത പുകയ്ക്കിടയിൽ യാത്രക്കാർ വിമാനത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നതും വീഡിയോയിൽ കാണാം. എല്ലാ രാജ്യങ്ങളിലെയും വ്യോമയാന മേഖലയിൽ കൃത്യമായ ഇടപെടൽ നടത്തണമെന്ന ആവശ്യവും ശക്തമാണ്. കുറച്ചു ദിവസം മുൻപാണ് റഷ്യൻ വിമാനം അപ്രത്യക്ഷമായതിനു പിന്നാലെ തകർന്നു വീണ വിവരം പുറത്തു വന്നത്. 50 പേരുമായി പറന്ന റഷ്യൻ യാത്രാ വിമാനം തിങ്കളാഴ്ച ചൈനയുടെ അതിർത്തിയിലുള്ള ഫാർ ഈസ്റ്റേൺ മേഖലയിൽ തകർന്നു വീഴുകയായിരുന്നു. ആരും രക്ഷപ്പെട്ടിട്ടില്ലായിരുന്നു. എയർ ട്രാഫിക് കൺട്രോളർമാർക്ക് വിമാനമായുള്ള ബന്ധം നഷ്ടപ്പെട്ടു. മിനിറ്റുകൾക്ക് ശേഷം രക്ഷാപ്രവർത്തകർ കത്തുന്ന ഫ്യൂസിലേജിന്റെ ഭാഗങ്ങൾ കണ്ടെത്തി. അമൂർ മേഖലയിലെ ടിൻഡ പട്ടണത്തിൽ മോശം ദൃശ്യതയിൽ ലാൻഡിംഗിനിടെ പൈലറ്റിന്റെ പിഴവാണ് അപകടത്തിന് കാരണമെന്ന് പ്രാഥമിക വിശകലനം സൂചിപ്പിക്കുന്നു. സൈബീരിയ ആസ്ഥാനമായുള്ള അങ്കാര എയർലൈൻ പ്രവർത്തിക്കുന്ന AN-24 വിമാനം ടിൻഡ വിമാനത്താവളത്തിലേക്കുള്ള പ്രാരംഭ സമീപനം പരാജയപ്പെട്ടതിനെ തുടർന്ന് രണ്ടാമത്തെ ലാൻഡിംഗിന് ശ്രമിക്കുന്നതിനിടെ റഡാറിൽ നിന്ന് അപ്രത്യക്ഷമായതായി പ്രാദേശിക അടിയന്തര മന്ത്രാലയം അറിയിക്കുകയും ചെയ്തു. പ്രാഥമിക ഡേറ്റ അനുസരിച്ച് 5 കുട്ടികൾ ഉൾപ്പെടെ 43 യാത്രക്കാരും 6 ക്രൂ അംഗങ്ങളും വിമാനത്തിൽ ഉണ്ടായിരുന്നുവെന്ന് റീജിയണൽ ഗവർണർ വാസിലി ഓവർലോ വ്യക്തമാക്കി. വിമാനം തിരയാൻ ആവശ്യമായ എല്ലാ സേനയെയും വിഭാഗങ്ങളെയും വിന്യസിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം ടെലഗ്രാമിൽ എഴുതി. എന്നിരുന്നാലും രാജ്യത്തെ അടിയന്തര മന്ത്രാലയം അല്പം കുറഞ്ഞ കണക്കാണ് നൽകിയത്. ഏകദേശം 40 പേർ വിമാനത്തിലുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ 3 പേരുമായി പോയ റോബിൻസൺ R-66 ഹെലികോപ്റ്റർ ഇതേ അമൂർ മേഖലയിൽ രജിസ്റ്റർ ചെയ്യാത്ത ഒരു വിമാനത്തിനിടെ കാണാതായി. മോസ്കോയിൽ നിന്നും ഏകദേശം 6000 കിലോമീറ്റർ കിഴക്കാണ് ഈ പ്രദേശം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.